ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലോ ബാക്ക് ഏക്ക്, അതായത് നമ്മുടെ തണ്ടലിനും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ നട്ടലിൽ പല ഭാഗങ്ങളിലും പല പേരിൽ അറിയപ്പെടും ഈ വേദനയ്ക്ക്. എങ്കിലും നമ്മൾ ലോ ബാക്ക് ഏക്ക് എന്ന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അതിനെ അല്ലെങ്കിൽ മെഡിക്കലായിട്ട് അതിന് പേര് പറയാറുണ്ട്. നട്ടലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡിഫോർമിറ്റീസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചുറീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ റിലേറ്റഡ് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുള്ള റീസൺ വരാം, പലതരത്തിലുള്ള റീസൺ വരാം. പക്ഷേ സിംറ്റമായിട്ട് നമുക്ക് ഈ നട്ടലുമായി ബന്ധപ്പെട്ട വേദനകളാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങൾ ഇന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് അർദ്ധചക്രാസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി കാലുകൾ ചെറിയ അകലത്തിൽ വയ്ക്കാം. കൈകൾ വെച്ച് തംസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ തള്ളാം വിരലുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കാം. അതിനുശേഷം ഹിപ്പിന് നന്നായി ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. നന്നായി പുഷ് ചെയ്തതിന് ശേഷം മാത്രം ഡൗൺ യുവർ ഹെഡ്, കം ബാക്ക്. ഒരു തവണ കൂടെ പുഷ് യുവർ ഹിപ്പ് ആൻഡ് ഡൗൺ യുവർ, കം ബാക്ക്. അടുത്തതായി നമുക്ക് ഒരു സ്പൈനൽ ട്വിസ്റ്റ് പരിചയപ്പെടാം. നമ്മുടെ മസിലൊക്കെ നന്നായി സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് ഹിപ്പിന് സപ്പോർട്ട് കൊടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഉയർത്താം. നന്നായി ബോഡിയെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് സപ്പോർട്ട് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് ഉയർത്താം ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി മാക്സിമം. റിലാക്സ്. അടുത്തതായി നമുക്ക് വൃക്ഷാസനത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ പരിചയപ്പെടാം. അതിനുവേണ്ടി നമ്മുടെ റൈറ്റ് ലെഗ് ഉയർത്താം. നന്നായി ബോഡിയോട് ചേർത്ത് വയ്ക്കാം. ലെഫ്റ്റ് ഹാൻഡ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. റിലാക്സ്. സെയിം വിത്ത് ദ ലെഫ്റ്റ് ലെഗ്. ലെഫ്റ്റ് ലെഗ് നന്നായി മടക്കി ബോഡിയോട് ചേർത്ത് വയ്ക്കാം. റൈറ്റ് ഹാൻഡ് നന്നായി ഉയർത്താം. റിലാക്സ്. ഈ രീതിയിൽ നട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള പെയിനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങളാണ് ഇന്ന് കണ്ടു കഴിഞ്ഞത്. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇത്രയധികം ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ ഒരു 3 മാസം മിനിമം നമുക്ക് ടൈം എടുക്കും. അതുവരെ വളരെ സാവധാനം എത്രയാണോ നമുക്ക് ആ പെയിൻ സഹിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ നോക്കി നമ്മുടെ ശരീരത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വളരെ പതുക്കെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു യോഗാസനവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.